ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാനിങ്ങനെ എണീറ്റ് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് ഒന്ന് പോയി വന്നു. മഴയൊക്കെ ആയ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ അങ്ങനെ അങ്ങോട്ട് തോന്നുന്നില്ല. അപ്പൊ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴും അവളുടെ ഒരു വീഡിയോ എടുക്കലും ഇങ്ങോട്ട് വന്നിട്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല കേട്ടോ. ആരൊക്കെ റോട്ടിൽ കൂടെ പോണെന്നൊക്കെ കണ്ട് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാന്ന് വിചാരിച്ചു. പാപ്പൊക്കെ കഴിച്ചിട്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് അതൊന്നും ഞാൻ ഇട്ടിട്ടില്ലേ. എന്തൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു, പക്ഷെ അത് എന്താണെന്നുള്ള ആലോചനയിലാണ് ഞാനിട്ടോ. ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആകെ ബോറടിക്കാന്ന് പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് കുറെ നേരം ഇങ്ങനെ ഇരിക്കും. ആരോ വരണോ പോണോ അതൊക്കെ നോക്കുകയാണ്, പക്ഷെ ആരും നമ്മുടെ വീട്ടിലേക്കുള്ളതല്ല. ഏട്ടന്റെ വണ്ടിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിങ്ങനെ കാത്തിരിക്കുക, പക്ഷെ അങ്ങോട്ട് വരണെന്നെ ഇല്ല. ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ അതിങ്ങനെ കാത്തിരിക്കുക, ഇപ്പൊ എത്തും എന്നുള്ളതിൽ കേട്ടോ. ഏട്ടനാന്ന് കരുതിട്ട് ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് നിന്നോട്ടോ, പക്ഷെ അത് വേറൊരു വണ്ടിയായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമായി. ഇവരൊക്കെ എന്നെ കളിയാക്കുകയും ചെയ്തു. അപ്പൊ ശരിക്കും വീട്ടിലേക്ക് തന്നെ എന്റെ ഏട്ടൻ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇത് കൂടെ ഏട്ടൻ പോയി, പക്ഷെ അപ്പുറത്തെ സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. ഇപ്പൊ ശരിക്കും എന്റെ ഏട്ടൻ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറെ നേരമായി ഞാൻ പാപ്പയൊക്കെ ഇങ്ങനെ കൊണ്ടുവരച്ചിട്ട് കാത്തിരിക്കണം. ആകെ സഹി കെട്ടു, ക്ഷമ കെട്ടു എന്ന് പറഞ്ഞാ പോരെ. പിള്ളേരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുറച്ചിട്ട് പേടിപ്പിക്കൊന്നും വേണ്ട കരുതിട്ട് ഞാനൊന്നും മിണ്ടാൻ നിന്നില്ല. അവരത് കൂടെ പോയിക്കോട്ടേന്ന് കരുതി. ഞാൻ വെറുതെ എന്റെ എനർജി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. എനർജി വേസ്റ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് താല്പര്യമില്ല. പിന്നെ അവൾ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ. ചെവിയില് കളിക്കാനും ഇതിനൊക്കെ. എനിക്കാണെങ്കിൽ ഏട്ടൻ വരാത്തതിന്റെ സങ്കടവും ദേഷ്യവും എല്ലാം അതിലും ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഇവള് കളിക്കാൻ കൂടുമ്പോ അവളുടെ കൂടെ ഒന്ന് കളിക്കാൻ കൂടാന്നൊക്കെ ഇങ്ങനെ കരുതട്ടോ. അങ്ങനെ കുറച്ചു നേരം അവളുടെ കൂടെ ഒക്കെ കളിക്കാൻ കൂടി. അങ്ങനെ ഞാൻ കാത്തിരുന്നിട്ട് എന്റെ ഏട്ടൻ വന്നു. ഭയങ്കര സന്തോഷായി. ഇനി ഇവളെ കുറച്ച് വരട്ടാന്നിട്ട് കരുതി. എങ്ങടാ പോണ്ടെന്നൊന്നും എനിക്ക് അറിയാത്തൊരവസ്ഥയാണ് ഏട്ടൻ വന്നു കഴിഞ്ഞാല്. അതില് തുറന്ന് ഏട്ടന്റെ അടുത്തേക്ക് വേഗം ഓടണം എന്നുള്ളൊരു മൈൻഡാണ്. ഒന്ന് അങ്ങോട്ട് ചാടും, ഒന്ന് ഇങ്ങോട്ട് ചാടും. വേഗം ഏട്ടൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഉമ്മ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാണ്. പാപ്പ കണ്ടോന്നൊക്കെ നോക്കുക കേട്ടോ ഞാൻ കയ്യിലേ. ഗ്രില്ല് തുറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. ഗ്രില്ല് തുറന്നാ ഞാൻ ഇങ്ങനെ നോക്കും. പിന്നെ കയറിയിട്ട് ഏട്ടനൊരു ഉമ്മ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് സമാധാനായി. പിന്നെ ഞങ്ങൾ രണ്ടാളും തൊടിയിലൊക്കെ ഒന്ന് പോയിട്ട് കുറെ പുല്ലൊക്കെ വെട്ടിട്ട് അങ്ങനെ കളിച്ചുട്ടോ. പിന്നെ ഇന്നലെ ഏട്ടൻ എന്റെ അടുത്ത് കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറങ്ങാൻ എന്നെ കൊണ്ടുപോയില്ല. അപ്പൊ ഞാൻ പിണങ്ങിയിരിക്കുകയാണ് കാണുന്നത് കേട്ടോ. എന്നെ കൊണ്ടുപോവാണ്ടിരിക്കുകയാണ് ഏട്ടൻ. അവസാനം കറങ്ങാൻ പോവാന്നുള്ള തീരുമാനത്തിലെത്തി. ഞാനും ഏട്ടനും കൂടിയിട്ടൊന്ന് കറങ്ങി വരാന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ.